എന്തൊരു മിടുക്കായിരുന്നു. എന്റെ പാസ്പോർട്ട് റിജക്ട് ചെയ്യിച്ച് എന്റെ ഫോറിൻ ജേണി തടസ്സപ്പെടുത്താൻ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ടിറങ്ങി. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു, എന്തൊക്കെ പ്ലാൻ ചെയ്തു. നീ എന്തായി പറയുന്നത്? നിന്റെ പാസ്പോർട്ട് റിജക്ട് ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്തു? കണ്ണുകളിൽ കോപാഗ്നിയും വാക്കുകളിൽ ഗാംഭീര്യവും വരുത്തിയത് കൊണ്ട് മാത്രം സത്യം മിഥ്യയാവുന്നില്ല മഞ്ജരി. എന്താ മേഘനെ, എന്താണ് സത്യം? എന്റെ പാസ്പോർട്ട് റിജക്ട് ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾ IACയെ ചട്ടം കിട്ടി എന്നുള്ളതാണ് സത്യം. ഞാൻ മിഥുനേട്ടന്റെ കൂടെ ഫോറിനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി സന്മനസ്സോടെ നിങ്ങൾ രണ്ടുപേരും കുറെ തിന്മകൾ ചെയ്തു കൂട്ടി എന്നുള്ളതും സത്യം. ഇവിടെ തീ കൊളുത്തിവിട്ടത് നിങ്ങൾ രണ്ടുപേരും. പക്ഷെ ആ പ്രകാശത്തിൽ തെളിഞ്ഞത് എന്റെ ഭാവിയാ. രണ്ടുപേരും കൂടി എനിക്ക് വേണ്ടി ഒരു കുഴി കുഴിച്ച് കാത്തിരുന്നപ്പോ എങ്ങനെ ഞാനതിൽ വീഴാതെ രക്ഷപ്പെട്ടു എന്നാണോ ചിന്തിക്കുന്നത്? ഒത്തിരി തലപുകഞ്ഞ് ആലോചിക്കണ്ട. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നടന്നത് എന്താണെന്ന് ഞാൻ തന്നെ പറഞ്ഞുതരാം. എനിക്ക് പാസ്പോർട്ട് കിട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചതിന്റെ ഭാഗമായിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു, പാസ്പോർട്ട് റിജക്റ്റഡ് ആണെന്ന്. ഉടനെ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഇപ്പൊ ഏതായാലും റിജക്ട് ചെയ്തിരിക്കുക. ഇനി ഞങ്ങളെ ശല്യം ചെയ്യാൻ വരരുത് പ്ലീസ്. സ്ഥലം കാലിയാക്കാൻ നോക്ക്. എക്സ്ക്യൂസ് മീ, നിങ്ങള് മേഘന മേഡം അല്ലേ? അതെ സർ. നിങ്ങള് അരുണിമ മാലിനിയുടെ മരുമോളല്ലേ? അതെ സർ. ഞാൻ കുറച്ച് ദിവസങ്ങളായി നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സാർ എന്തിനു വേണ്ടി എന്നെ കാണുന്നേ? കാര്യമുണ്ട്. എന്റെ മക്കളെ രക്ഷിച്ച ദേവതയാണ് നിങ്ങള്. അതിനൊരു നന്ദി പറയാൻ വേണ്ടിയാ നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചത്. ഞാൻ എപ്പോഴാ നിങ്ങളുടെ കുട്ടികളെ? കുറച്ചു നാളുകൾക്ക് മുൻപ് പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ തീ പിടിച്ചില്ലേ? അതിന്ന് നിങ്ങളല്ലേ രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്തിയത്? അവര് രണ്ടുപേരും എന്റെ കുട്ടികളാണ് മാഡം. അയ്യോ, അത് നിങ്ങളുടെ കുട്ടികളായിരുന്നോ? അവർക്കിപ്പോ സുഖല്ലേ സർ? സുഖമായിരിക്കുന്നു മാഡം. ഞാനും എന്റെ ഭാര്യയും അവർക്ക് ജന്മം കൊടുത്തെങ്കിലും എന്റെ കുട്ടികൾക്ക് പുനർജന്മം കൊടുത്തത് നിങ്ങളാണ് മാഡം. ഈ ജന്മം ഞങ്ങൾക്ക് നിങ്ങളോടുള്ള കടപ്പാട് തീരില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ സർ. ആ സമയത്ത് കുട്ടികളെ രക്ഷിക്കേണ്ടത് എന്റെ നിയോഗമായിരുന്നിരിക്കാം. ആ നിയോഗം ഞാൻ ഭംഗിയായിട്ട് ചെയ്തു, അത്ര തന്നെ. അതിരിക്കട്ടെ, മാഡം എന്തിനാ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേ? ഞാൻ പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു സർ. വെരിഫിക്കേഷനും ഭംഗിയായിട്ട് കഴിഞ്ഞു. അതിലൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കിയപ്പോ റിജക്റ്റ് ആണെന്ന് മെസ്സേജ് വന്നു. അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. റിജക്ട് ചെയ്തെന്നോ? എന്തിനു വേണ്ടി? എന്താ സംഭവിച്ചെന്ന് വെച്ചാ, എക്സ്ക്യൂസ് മീ സർ, എന്റെ പാസ്പോർട്ട് റിജക്റ്റ് ആയി എന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിവാഹമോചനത്തിന് അപ്ലൈ ചെയ്തിരിക്കല്ലേ? നിങ്ങൾ ആപ്ലിക്കേഷനിൽ തന്നിരിക്കുന്ന അഡ്രസ്സും വിവാഹമോചനത്തിന് ശേഷം ജീവിക്കാൻ പോകുന്ന അഡ്രസ്സും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് റിജക്റ്റ് ആയത്. എന്ത്? ആ ഒരു കാരണത്തിന്റെ പേര് പാസ്പോർട്ട് റിജക്ട് ചെയ്തെന്നോ? മേഡം എന്റെ കൂടെ വന്നേ. ഇവരുടെ പാസ്പോർട്ട് തന്നെ റിജക്ട് ചെയ്തേ? അല്ല സാറേ, ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ടൊരു പ്രശ്നമുണ്ട്. ഡിവോഴ്സ് കഴിയുകയാണെങ്കിൽ അഡ്രസ്സ് മാറാനുള്ള സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഈ കാരണം പറഞ്ഞ ആരെങ്കിലും പാസ്പോർട്ട് റിജക്ട് ചെയ്യോടൂ? അങ്ങനെ റിജക്ട് ചെയ്യണമെന്ന് താനായിട്ട് തീരുമാനിച്ചതാണോ, അതോ പിന്നെ തന്നെ കൊണ്ടാരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ? അല്ല സാർ, അങ്ങനെയൊന്നുമില്ല സാർ. എനിക്ക് തോന്നിയതാ, അതാ റിജക്ട് ചെയ്തേ. എടോ, മേഘന മാഡം തൽക്കാലം ആ വീട്ടിൽ തന്നെയല്ലോ ഉള്ളത്. ആ കുടുംബത്തിലെ മരുമകള് തന്നെയാ. ആ കാരണം കൊണ്ട് അവരുടെ പെർമനന്റ് അഡ്രസ് എപ്പോഴും അത് തന്നെയായിരിക്കും. ഞാനിതിപ്പോ അപ്രൂവ് ചെയ്യണം. റിജക്റ്റഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റി അപ്രൂവ്ഡ് ലിസ്റ്റിലാക്കി വേഗം അയച്ചു കൊടുക്കുക. ഓക്കെ സാർ. മേഘന മാഡം, ഇക്കാര്യം ഓർത്ത് നിങ്ങൾ ഇനി വിഷമിക്കണ്ട. പാസ്പോർട്ട് നേരെ വീട്ടിലെത്തിക്കോളും. മാഡം എന്തായാലും ധൈര്യമായിട്ട് വീട്ടിലേക്ക് വെക്കോളൂ. താങ്ക് യു വെരി മച്ച് സർ. ഇതിന് ഞാൻ എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. കൃത്യസമയത്ത് സാറിന്റെ മുന്നിലേക്ക് ദൈവത്തെ പോലെ എത്തിയത്.
യഥാർത്ഥത്തിൽ അങ്ങനെ ഞാനല്ലേ പറയേണ്ടത്. എന്റെ മക്കളുടെ ജീവൻ രക്ഷിച്ച വ്യക്തിയാ. അതിനു മുന്നിൽ ഞാൻ എന്തൊക്കെ സഹായിച്ചാലും എന്റെ കടം തീരില്ല. താങ്ക് യു സർ. ഞാൻ പോയിക്കോട്ടെ സർ. ആയിക്കോട്ടെ മാഡം. എന്റെ പാസ്പോർട്ട് റിജക്ട് ചെയ്തതിന്റെ പേരിൽ 2 പേര് ഇവിടെ കിടന്ന് ആഘോഷിക്കായിരുന്നല്ലോ. എന്ത് പാർട്ടിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നേ? പബ്ബിൽ പോയിട്ടാണോ അതോ റിസോർട്ടിൽ പോയിട്ടോ അതോ വീട്ടിൽ തന്നെയാണോ? ഒരു കാര്യം, ഒരാളുടെ കാല് വാരിയിട്ട് മുന്നോട്ട് കുതിക്കണമെന്ന് വെച്ചാ 1 or 2 വട്ടം ജയിച്ചെന്നിരിക്കും, പക്ഷെ ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല. നമ്മൾ ചെയ്യുന്ന നന്മയെ നമ്മളെ രക്ഷിക്കൂ. തിന്മ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു ശാപം പോലെ നമ്മുടെ പുറകെ തന്നെ ഉണ്ടാവും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ എന്റെ പാസ്പോർട്ടിന്റെ കാര്യം. നിനക്ക് നല്ല കാലമായതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ അവസാന നിമിഷം നിനക്ക് എല്ലാം അനുകൂലമാവില്ലായിരുന്നു. എതിരിൽ നിൽക്കുന്നവരെ ചതിക്കാൻ ശ്രമിക്കുമ്പോ ദൈവം എപ്പോഴും ആ വ്യക്തിയെ ഭാഗ്യം കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. പാസ്പോർട്ട് കയ്യിൽ കിട്ടാൻ വേണ്ടി സകല പഴുതും അടച്ചോണ്ട് നീ കളിക്കുകയായിരുന്നു. പാസ്പോർട്ട് കയ്യിലെത്തുമെന്നുള്ളതും നിനക്ക് അറിയായിരുന്നു. എന്നിട്ട് പിന്നെന്തിനാണാവോ ഇന്നലെ മൊത്തം കപ്പല് മുങ്ങിയതുപോലെ വിഷമിച്ചോണ്ട് നടന്നത്? എല്ലാരെയും കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയായിരുന്നോ? ഓ, അപ്പൊ പാസ്പോർട്ട് റിജക്റ്റ് ആയതിന്റെ പേരിലാണ് ഞാൻ ഡള്ളായിരുന്നതെന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്? എനിക്ക് ഇന്നലെ ചെറിയൊരു ദഹനക്കേടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരുന്നത്. നിങ്ങൾ ചെയ്ത മഹത് കാര്യോർത്ത് ഞാൻ നൊന്ത് നീറി കഴിയുന്നായിരുന്നില്ല. കഷ്ടമുണ്ട്. മേഘനെ, ഒത്തിരി നെഗളിക്കൊന്നും വേണ്ട. ഞാനൊന്ന് ആഞ്ഞു പിടിച്ചാ ചിലപ്പോ നിന്റെ അഡ്രസ് ഉണ്ടാവില്ല. നീ ആഞ്ഞു പിടിക്കാൻ പോകുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇപ്പൊ നിങ്ങൾ ചെയ്ത ഈ കാര്യം ഞാൻ മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ മിഥുനേട്ടന് അവാർഡ് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഇവിടെ എല്ലാവരും. ഫോറിനിൽ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ഏട്ടനും കൊതിയോടെ കാത്തിരിക്കാം. ഇങ്ങനെയുള്ള ഈ സമയത്ത് നിങ്ങളുടെ ഈ ഗൂഢാലോചന പുറത്തു പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാ. അല്ലെങ്കിൽ ഇപ്പൊ 2 നാറിയനെ. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാതിരുന്നാ കൊള്ളാം. വീട്ടിൽ തന്നെ ശത്രുക്കളുള്ളപ്പോ ഞാനും അത്രയും കെയർഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നത് നല്ലതാ. കാര്യം പിടിയിട്ടില്ലേ? ഈ മേഘനെ കണ്ടം തൊണ്ട വെട്ടിയിട്ട വീണ്ടും എണീറ്റ് വരുന്ന പിശാശ. കണ്ടില്ലേ നമ്മുടെ പ്ലാൻ തകർത്ത് തരിപ്പണമാക്കിയതിന്റെ അഹങ്കാരം അവളിപ്പോ നമ്മളോട് കാണിച്ചിട്ട് പോയത്. കാര്യങ്ങൾ ഇനി അവസാനിക്കാറായിട്ടില്ല. ശരിക്കുള്ള കഥ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. മേഘനെ, ഒന്നിങ്ങോട്ട് വരാവോ? എന്തു പറ്റും ഇതിനേട്ടാ? ഇത് നമ്മുടെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷനാ. ഇതിൽ നീയും കൂടെ ഒരു ഒപ്പിടേണ്ട ആവശ്യമുണ്ട്. ആയിക്കോട്ടെ മിഥുനേട്ടാ. മിഥുൻ, അങ്ങനെ ഒരു വിധത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഫോറിനിലേക്ക് പോവാണല്ലേ? എനിക്ക് ഇപ്പോഴൊരു മനസ്സമാധാനമായി. മേഘനെ, ഞാൻ നിനക്ക് നല്ലൊരു ട്രാവൽ ബാഗ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് വേണ്ടുന്നതെല്ലാം നീ അതിനകത്ത് പാക്ക് ചെയ്താൽ മതിയാവും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. മേഘനെ, ആദ്യമായിട്ടല്ലേ വിദേശത്തേക്കുള്ള യാത്ര? പുറം രാജ്യത്തേക്ക് പോകുന്നതിന് ടെൻഷനൊക്കെ കാണും. പക്ഷെ നീ വളരെ കൂളായിരിക്കണം. ധൈര്യം ഉണ്ടെങ്കിൽ എവിടെയും മാനേജ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇതിനും കൂടെ ഉണ്ടല്ലോ, അവൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അത് പിന്നെ പറയാനുണ്ടോ? മോം, വാട്ട് ഹാപ്പൻ മോം? മോമിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നേ? മനസ്സിലെന്തോ വിഷമമുള്ളതുപോലെ എനിക്ക് തോന്നി. എന്തു പറ്റി മോം? ഒന്നും പറ്റാതിരിക്കട്ടെ എന്ന് എന്റെ പ്രാർത്ഥന. എന്നുവെച്ചാ? മേഘനയെ നിന്നോടൊപ്പം കൊണ്ടുപോകുമ്പോ
കൂടെ ഒരു അപകടം കൂടി നീ ചുമന്നുകൊണ്ട് പോകുന്നതെന്ന് എന്റെ മനസ്സ് പറയുന്നു മോനെ. അതെന്താ മോം പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു കളഞ്ഞേ? മേഘന് നിന്നോടൊപ്പം വരുന്നത് ആദ്യം തൊട്ട് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം. എന്നിട്ടും എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് നീയാണിപ്പോ കൂടെ കൂട്ടുന്നത്. ഞാനത് പറഞ്ഞല്ലോ. ഇപ്പൊ തന്നെ എന്റെ മാരേജിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങള് നാടാകെ പാട്ടായിരിക്കുക. ഇതെന്റെ പ്രൊഫഷനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. ഇത്രയും വലിയൊരു അവാർഡ് ഫംഗ്ഷൻ അവളെയും കൂടെ കൂട്ടിയില്ലെങ്കിൽ പിന്നെ ഈ മീഡിയക്കാർ പിന്നെ അതും പൊക്കി പിടിച്ചോണ്ടായിരിക്കും നമ്മുടെ പിന്നാലെ വരാൻ പോകുന്നേ. അതുകൊണ്ടാ എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നേ മോം. നിന്റെ തീരുമാനത്തിൽ തെറ്റൊന്നുമില്ല മോനെ. പക്ഷെ എന്റെ പേടിയെല്ലാം അവള് കൂടെ വരുന്നതുകൊണ്ട് എന്തെങ്കിലും അപകടം നിന്നെ വേട്ടയാടുമെന്നുള്ളതാ. അക്കാര്യം ഒന്ന് സൂക്ഷിക്കണം. മോം, ജസ്റ്റ് 2 days. ഈ 2 ദിവസം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മോമിന്റെ മനസ്സിലെ പേടി ആദ്യം എടുത്ത് മാറ്റി. ഒന്നും സംഭവിക്കരുതെന്നാ ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാ എനിക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയേറെ ആലോചിക്കുന്നത്. മോം, പ്ലീസ്, ഞാൻ സൂക്ഷിച്ചു പോയിട്ട് സൂക്ഷിച്ച് തിരിച്ചു വന്നോളാം. എന്റെ മോം പേടിക്കാതിരിക്കെ. ആന്റി, മിഥുനോടൊപ്പം എനിക്കും കൂടി ഫോറിനിലേക്ക് പോകാൻ പറ്റിയൊരു ഐഡിയ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ മഞ്ജരി അത്? എത്രയും പെട്ടെന്നൊരു പണി ഒപ്പിക്കണം. യെസ് മഞ്ജരി, ഇതാ മേഘനയ്ക്ക് വലിയ ഷോക്കായിരിക്കും. മിഥുനൊപ്പം നിനക്ക് ഫോറിനിലേക്ക് പോവാനും പറ്റും. വന്നേ. വരുന്ന ഒരാഴ്ചത്തേക്ക് മിഥുന് ചുറ്റും അതിഭീകരമായൊരു ഖണ്ഡം ആവരണം ചെയ്യാൻ പോവുകയാണ്. ഊഹിക്കാൻ പോലും പറ്റാത്ത വിധം വലിയൊരു പ്രളയമാണ് മിഥുനെ വിഴുങ്ങാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഭാർഗവ പണിക്കർ അദ്ദേഹം പറഞ്ഞതുപോലെ ഇനി കുറച്ച് ദിവസത്തേക്ക് മിഥുനേട്ടനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം. വരാനിരിക്കുന്ന മഹാവിപത്തിൽ നിന്നും മിഥുനേട്ടൻ ഒരു അപകടവും സംഭവിക്കാതെ രക്ഷപ്പെടുത്തണം. എന്റെ ഭഗവാനെ, മിഥുനേട്ടനെ രക്ഷിക്കാനുള്ള ശക്തിയും ധൈര്യവും എനിക്ക് തന്നരുളണേ. ചാരു എന്താ ഇതുവരെ വരാത്തെ? ഇന്ന് എന്തായാലും അവളോട് എല്ലാം തുറന്നു പറയണം. ചാരു, ഹായ് ചാരു. എന്താ നിനക്ക് വേണ്ടത്? നിന്നോടൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ഇനി യാതൊന്നും ബാക്കിയില്ലെന്ന്? ദയവ് ഇത് വഴിന്ന് മാറി നിൽക്ക്, എനിക്ക് സമയാവുന്നു. ചാരു
പ്ലീസ് ചാരു, ഇന്ന് എന്തു വന്നാലും എന്റെ മനസ്സുള്ളത് എനിക്ക് നിന്നോട് പറയണം. എന്റെ ഹൃദയത്തിലെ ഭാരം ഒന്ന് ഇറക്കി വെക്കണം. ദയവേത് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് എനിക്കിതാ. ശരി, പറയ്, എന്താ? നിന്നോട് എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടമാണ് ചാരു. നിന്നോടുള്ള ഇഷ്ടം എപ്പോഴാ തുടങ്ങിയെന്നോ എങ്ങനെയാ തുടങ്ങിയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ദിവസം ചെല്ലുന്തോറും അത് കൂടി വരിക. ഇപ്പൊ നീയില്ലാതെ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. എന്റെ ഹൃദയത്തിലെ ഭാരത്തിന് പേരെന്താണെന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. എന്നെ ഇങ്ങനെയിട്ട് പിടപ്പിക്കുന്ന ആ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒത്തിരി പാടുപെടേണ്ടി വന്നു. ഒടുവിലത് ഞാൻ കണ്ടെത്തി. അത് പ്രണയമാണ്. ഞാൻ നിന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്. അത് എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അക്കങ്ങളാലോ അക്ഷരങ്ങളാലോ അത് പൂരിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ അതിര് കവിഞ്ഞ സ്നേഹമാണ് എനിക്ക് നിന്നോട്. അനന്തമായ പ്രണയമാണ്. നിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ എനിക്ക് ജീവിക്കണം. എന്റെ ജീവിതം നീയുമായിട്ട് എനിക്ക് പങ്കുവെക്കണം. I love you, Charu. I love you, Charu. I love you, Charu. I love you, Charu. ചാരു ഒന്നും പറയാതെ പോയാൽ നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്നാണോ അർത്ഥം? നിന്റെ മനസ്സിൽ ഞാനില്ലേ ചാരു? ചാരു, വെയിറ്റ്. ചാരു, നീ എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ സ്നേഹം നിന്റെ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ദേഷ്യത്തിൽ നീ പറയുന്ന വാക്കുകളിലും നിന്റെ പ്രണയം പ്രതിധ്വനിക്കുന്നത് എനിക്ക് കേൾക്കാം. അത്രയധികം സ്നേഹം മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് എന്തിനാ എന്റെ മുന്നിൽ അഭിനയിക്കുന്നത്? സ്നേഹമെന്ന വാക്ക് നിന്റെ അധരങ്ങളിലുണ്ട്. പക്ഷെ നീ അത് എന്തിനു വേണ്ടി അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്? ചാരു, പ്ലീസ്, എനിക്കൊരു മറുപടി തന്നിട്ട് പോ. നിന്റെ ഈ മൗനം എന്നെ കൊന്നുകളയുന്നു. ഈ നിശബ്ദതയിൽ ഞാൻ പെടഞ്ഞു പോകുന്നു ചാരു. എന്റെ പ്രണയത്തിനൊരു മറുപടി പറഞ്ഞിട്ട് പോ.